ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളത്തിന്റെ വിവിധ കോണുകളിൽ പെരുമ്പാവൂര് പോലെ, പത്തനംതിട്ട പോലെ, ഈരാറ്റുപേട്ട പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ബംഗ്ലാദേശിലെ കൊടും ക്രിമിനലുകൾ ഒളിച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ടുന്ന എല്ലാ സംരക്ഷണവും നൽകി അവരെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുകയാണ് മലയാളികളാകുന്ന ഭീകരർ. അവർക്ക് വേണ്ടുന്ന വ്യാജ രേഖകൾ, വോട്ടർ ID വേണോ? കാരണം വോട്ട് ചെയ്യണമല്ലോ. ഇനിയും ആധാർ കാർഡുകൾ, പാസ്പോർട്ടുകൾ, റേഷൻ കാർഡുകൾ തുടങ്ങി എല്ലാ വ്യക്തിഗത രേഖകളും വ്യാജമായി ഉണ്ടാക്കി കൊടുത്ത് അവരെ ഈ നാട്ടിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ അടിത്തറ മാന്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അവരെ ഇനിയും പോപ്പുലർ ഫ്രണ്ട് എന്നല്ല, എത്ര വലിയ ഫ്രണ്ട് ടീമാണ് ഇവർക്ക് സംരക്ഷണം ഒരുക്കുന്നതെങ്കിലും ശരി, ആ ഈറ്റില്ലത്തിനകത്ത് കയറി ഇവന്റെ ഒക്കെ കൊങ്ങയ്ക്ക് പിടിച്ച് പുറത്തിടാൻ ഇന്ന് നരേന്ദ്രമോദിയുടെ ഇന്റലിജൻസ് ടീമിന് സാധിക്കുമെന്ന് അവരെ തെളിയിച്ചിരിക്കുകയാണ്. ഒരു വീട്ടിൽ സുഖസുന്ദരമായി 27 പുരുഷന്മാർ ഒരുമിച്ച് താമസിക്കുന്നു. അതിൽ ഒരാളെ പൊക്കിയപ്പോൾ ആധാർ കാർഡുകളുണ്ട്, വോട്ടർ ID-കളുണ്ട്, ബാങ്ക് അക്കൗണ്ടുകളുണ്ട്, റേഷൻ കാർഡുകളുണ്ട്, പാസ്പോർട്ടുണ്ട്. ആർക്കും ഒരു സംശയവും തോന്നാത്ത രൂപത്തിൽ ബംഗാളിലെ ഹിന്ദിയും സംസാരിക്കുന്നുണ്ട്. എന്താ സംശയിക്കുക? എന്നാലും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിക്കളയാം. അങ്ങനെയാണ് ആധാർ കാർഡ് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ വ്യാജമാണ് എന്ന് തെളിയുന്നു. ആരാണ് നിങ്ങൾക്കിതുണ്ടാക്കി തന്നത്? വീട്ടിനകത്ത് ആരൊക്കെയാണുള്ളത്? 26 മറ്റുള്ളവരുണ്ട്. ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളാണ് എല്ലാവരെയും പൊക്കിയെടുത്തു. ആലോചിക്കണം, 27 പേർക്കു വേണ്ടുന്ന ഇത്രയും വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആളൊന്നിന് 25,000 രൂപ വച്ചിട്ട് ഈ വ്യാജരേഖ ഉണ്ടാക്കി കൊടുത്തവന് കിട്ടിയത് എത്ര കോടിയാ? എത്ര ലക്ഷമാണ്? കോടി പോട്ടെ, എത്ര ലക്ഷം രൂപയാണ് കിട്ടിയത്? ഇതാണ് ഇവരുടെ രീതികൾ. ഇങ്ങനെ പണമുണ്ടാക്ക. ഇപ്പൊ ഒരു വീട്, ആ വീട് ഇപ്പൊ 27 പേര് താമസിച്ച വീട് പുറത്ത് വാടകയ്ക്ക് കൊടുത്താൽ ഇവർക്ക് 5,000 രൂപയെ കിട്ടൂ. പക്ഷെ ഇവർക്ക് മാസം 30,000 രൂപ കിട്ടുന്നുണ്ട്. പുറത്തു കൊടുത്താൽ കിട്ടുമോ? അങ്ങനെ വരുമ്പോൾ ഹൗസ് ഓണർ ഇവരെ ഒറ്റുകൊടുക്കുവോ? ഇവരുടെ എന്തെങ്കിലും രേഖ വേണമെന്ന് പറയുമോ? ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറയുമോ? എന്തായിരുന്നാലും ഇങ്ങനെ ബംഗ്ലാദേശികളെ കൊണ്ടുവന്ന് സുരക്ഷിതമായ താവളമൊരുക്കി ജോലി സൗകര്യം ഉണ്ടാക്കി കൊടുത്ത് ആത്മവിശ്വാസം ഊട്ടി ഉറപ്പിച്ച് ഇവരെ ഇവിടെ മാമ ആയിട്ടും മരുമക്കളായിട്ടും അമ്മായിയപ്പന്മാരായിട്ടും മണവാളന്മാരുമായിട്ടൊക്കെ വാഴിക്കാൻ നോക്കിയ ആളുകൾക്കുണ്ടല്ലോ, ഇന്റലിജൻസിന്റെ പിടി വീണ് കഴിഞ്ഞു. 2017 ആ ഒരു കാലഘട്ടം മുതൽ പലപ്പോഴും തത്വമയി അടക്കമുള്ള പല മാധ്യമങ്ങളും ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ കൂട്ടത്തോടെ വന്ന് താമസിക്കുന്നവർ, അതിൽ പലരും ക്രിമിനലുകളാണ്, ബംഗ്ലാദേശിൽ നിന്നും വേലി ചാടി വന്ന കൊടും കുറ്റവാളികളും അതുപോലെ കൊലപാതകികളുമാണ്, മാത്രമല്ല മത തീവ്രവാദം വളർത്തുന്നതിനായി വന്ന ആളുകളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്നു മുതൽ തന്നെ പലപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ഇന്നേ വരെ അതുമായി ബന്ധപ്പെട്ട നിരവധി അന്യസംസ്ഥാന തൊഴിലാളികളെ പിന്നൊരു കാര്യമുണ്ട്, അമേരിക്കയടക്കം, അമേരിക്കയാണെങ്കിലും ഓസ്ട്രേലിയയാണെങ്കിലും ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, എല്ലാ രാജ്യങ്ങളും ആ രാജ്യത്ത് അക്രമം വളർന്നത് ഈ കുടിയേറ്റക്കാര് കാരണമാണ് എന്ന് തിരിച്ചറിഞ്ഞു. ഇവര് കാരണം ആ രാജ്യത്ത് സമാധാനമില്ലാതാകുകയും ബലാത്സംഗങ്ങൾ വർദ്ധിക്കുകയും കൊലക്കുറ്റങ്ങള്, മോഷണം, തീവ്രവാദം, മയക്കുമരുന്നിന്റെ ഉപയോഗം, മദ്യം ഇതൊക്കെ വർദ്ധിക്കുകയും ചെയ്തത് ഇവര് കാരണമാണ് എന്ന തിരിച്ചറിവിൽ ഇവരെയൊക്കെ ചവിട്ടി പുറത്താക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജനപ്പെരുപ്പം വലിയ രൂപത്തിൽ നമ്മളെ വരിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യ ഇതുവരെ ഇവർക്കെതിരെ ഒരു സമീപനവും സ്വീകരിക്കാത്തതിലാണ് നമുക്ക് വിഷമമുള്ളത്. സംസ്ഥാന തൊഴിലാളികളെ പല കേസുകളിലും പിടിച്ചിട്ടും ശിക്ഷിച്ചിട്ടും അന്വേഷണം കൃത്യമായി നടത്താനോ ഇവർക്ക് വേണ്ട ഇവരെ ഒന്ന് ഫിൽറ്റർ ചെയ്യാനോ ഇവരുടെ കയ്യിലിരിക്കുന്നത് ഒറിജിനൽ രേഖകളാണോ എന്ന് പരിശോധിക്കാനോ ഒന്നും ഇവിടുത്തെ സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പലപ്പോഴും മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കാരണം ഈ തീവ്രവാദികൾ, ബംഗ്ലകൾ നമ്മുടെ നാടിന്റെ ഐശ്വര്യം എന്നും പറഞ്ഞു കൊണ്ട് നടക്കുവാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. കേരളത്തിന്റെ കാര്യമാണ് പറയണതെങ്കിൽ, കാരണം ബംഗാളികൾ കേരളത്തിന്റെ ഐശ്വര്യം, അവരെ ബംഗാളികൾ എന്ന് പറയരുത്, അതിഥി തൊഴിലാളികളാണ് നമ്മുടെ നാടിന്റെ എല്ലാ ഐശ്വര്യം. ഷറഫുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ
താമസ സ്ഥലത്ത് നിന്ന് 27 ബംഗ്ലാദേശി പൗരന്മാർ അനധികൃതമായി വ്യാജ ആധാർ കാർഡ് അടക്കം കയ്യിൽ വെച്ചുകൊണ്ട് താമസിച്ചിരുന്നവരെ പിടിച്ച വാർത്തയാണ്. അതിഥി ദേവോ ഭവ എന്നല്ലേ. 27 പേർ എന്നുള്ളത് വളരെ ചെറിയൊരു കണക്കാണ്. ഇപ്പോൾ അവരെ കണ്ടു അല്ലെങ്കിൽ അവരെ കിട്ടി, എന്തെങ്കിലും ഒരു സൂചന കിട്ടി, അവിടെ പോയി പിടിച്ചു. ഇങ്ങനെ കൃത്യമായ രേഖകളില്ലാതെ ആലുവയിലും പെരുമ്പാവൂരും തിരുവനന്തപുരത്തും കൊച്ചിയിലും കോട്ടയത്തും കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ തന്നെ നിരവധി ലയങ്ങളിൽ താമസ സ്ഥലങ്ങളിൽ നിരവധി ഇത്തരം ബംഗ്ലാദേശി പൗരന്മാരും അതുപോലെ അനധികൃതമായി ഇവിടെ കടന്നെത്തിയ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്നിവരെ എല്ലാവരെയും പറയാൻ പറ്റില്ല, തൊഴിലെടുത്തവരും ഈ കൂട്ടത്തിലുണ്ട്. പക്ഷേ അത്തരത്തിൽ ഈ വിധ്വംസക പ്രവർത്തനങ്ങൾക്കും മോഷണം അതുപോലെയുള്ള സംഭവ വികാസങ്ങൾക്കും ഒക്കെ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ കുറ്റവാളികൾ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു പത്തനംതിട്ടയിലൊക്കെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളി മദ്യപിച്ച് കഞ്ചാവ് വലിച്ച് ലക്കുകെട്ട റോഡിൽ പ്രശ്നമുണ്ടാക്കി ഗതാഗതം തടസ്സപ്പെടുത്തി ആളുകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, സ്ത്രീകളെ കടന്നുപിടിക്കാൻ. പെരുമ്പാവൂർ, ഈരാറ്റുപേട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ പത്തനംതിട്ടയൊക്കെ ഏതാണ്ട് ഇവര് ഹൈജാക്ക് ചെയ്തതുപോലെ ആയിട്ടുണ്ട്. പെരുമ്പാവൂർ, ആലുവ, അങ്കമാലി പറയാനില്ല. ശ്രമിക്കുന്നു. അതുപോലെ കഞ്ചാവ് അടിച്ച് ബോധമില്ലാതെ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട്. ഇത്രയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇവിടെ ഉണ്ടായിട്ട് നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ഇവന്മാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവന്മാരെ ഭയന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും സാധാരണ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ സംജാതമായിട്ടും ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനങ്ങളോ ഇവിടുത്തെ പോലീസോ ഇവിടുത്തെ മറ്റ് വകുപ്പുകളോ ഇവരെ അതിഥി തൊഴിലാളികൾ, ഇവരെ അതിഥികളാണ്, അതിഥി ദേവോഭവ, ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം, ഇവരെ വോട്ട് ബാങ്കാക്കി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ സർക്കാരും ഇവർക്കൊപ്പം കൂടിക്കൊണ്ട് നാടിനെ കുട്ടിച്ചോറാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ഈ 27 പേർ ഷറഫുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വസതിയിൽ നിന്നാണ് പിടിയിലായത് എന്ന് പറയുന്നു. ഇയാൾ ആരാണ്, ഇയാൾ എങ്ങനെ ഇവരെ എത്തിച്ചു, അല്ലെങ്കിൽ ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇയാൾ എങ്ങനെ ചെയ്തു കൊടുത്തു, ഇവരുടെ രേഖകൾ ഒറിജിനലായിരുന്നു, അത് ഏത് രീതിയിൽ പരിശോധിച്ചു, ബംഗ്ലാദേശിൽ നിന്ന് 27 പേർ ഇവർ എങ്ങനെ ഇവിടെ എത്തി, ഇവർ ഏതൊക്കെ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ്, അല്ലെങ്കിൽ ഇവർ മത തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ. ഒന്നും അന്വേഷിക്കില്ല. ഇതിപ്പോ സാധാരണഗതിയിൽ ഇവരെ നാട് കടത്തുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു നിയമ നടപടി സ്വീകരിച്ച് ഇവരെ വിടുകയോ ചെയ്യും, അല്ലെങ്കിൽ കുറച്ചാൾ ജയിലിലിട്ട് വീട്ടിൽ പറഞ്ഞു വിടുമായിരിക്കും. പക്ഷേ ഇതൊക്കെ ഒരു സൂചനകളാണ്. നമ്മുടെ നാട്ടിൽ മത തീവ്രവാദവും അതുപോലെ കൊലയും ഒക്കെ തന്നെ വളർത്തുന്ന ഇവരെ പോലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, മൗനമായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടിയാണ്. ഇപ്പോൾ ഇവർ പിടിയിലായിരിക്കുന്നു. ഇതേക്കുറിച്ച് ഇനി കൂടുതൽ അന്വേഷണം ഒന്നും നടക്കില്ല, അല്ലെങ്കിൽ നടത്തില്ല. ഇവരെ ഇപ്പോഴും അതിഥി തൊഴിലാളികളായി ഇവരുടെ പാദസേവ ചെയ്ത് ഇവർക്ക് ചുവപ്പ് പരവതാനി വിരിച്ച് സർക്കാർ സംവിധാനങ്ങൾ ഇവരെ വോട്ട് ബാങ്കാക്കി മാറ്റാനും ഇവരെ രാഷ്ട്രീയത്തിൽ ഇറക്കാനും, എന്തിന് രാഷ്ട്രീയക്കാരുടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടെ കൊടിപിടിക്കാനും വള്ളം കളിക്കും എല്ലാത്തിനും ഇവരെയാണ് ഇപ്പോൾ കൂടെ കൂട്ടുന്നത്. അങ്ങനെ ഈ നാടിന്റെ ഒരു ഭാഗമാക്കി ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെ, അന്യസംസ്ഥാന തൊഴിലാളികളെ മാറ്റുന്ന ആ രീതി ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാടിന്റെ മനസമാധാനവും നമ്മുടെ നാടിന്റെ സംസ്കാരവും ഇല്ലാതാക്കുന്ന, നമ്മളെ ഭീതിതമായ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്ന, നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ കള്ളും കഞ്ചാവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും വിതരണം ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനവും ഇവർക്കുണ്ട്. ഇവർ ഈ രീതിയിൽ പ്രവർത്തിച്ച് നമ്മുടെ നാടിനെ നശിപ്പിക്കും. ഇവർ ഒരു വേള ബംഗ്ലാദേശിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ ഉള്ള തീവ്രവാദ പ്രവർത്തകരായിരിക്കാം, തീവ്രവാദം വളർത്തുന്നവരായിരിക്കാം, വിതരണം ചെയ്യുന്നവരായിരിക്കാം. ഇതൊന്നും അന്വേഷിക്കാതെ ഇവരെ ശരി കുഴപ്പമൊന്നുമില്ല, പോയിട്ട് നന്നായി വരും എന്ന് പറഞ്ഞ് തലക്ക് അനുഗ്രഹിച്ച് വിടുന്ന ഈ രീതി മാറ്റേണ്ടിയിരിക്കുന്നു, അടിയന്തരമായി മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഇവരെത്ര കണ്ട് കൊലപാതകങ്ങളും എത്ര ബലാത്കാരങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ശക്തമായ രൂപത്തിൽ ഒരു നിയമ സംവിധാനം, ഇവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? നന്ദി.